വെൽക്കം ടു സിൻഡ ബോട്ടി. ഇതേ കണ്ട അടുത്തത് സാരിയാണ് കേട്ടോ. കണ്ട നിങ്ങൾക്ക് മനസ്സിലായി കാണും സാരിയാന്നുള്ളത്. നല്ലൊരു ചെക്കാണ് കേട്ടോ. സെൻട്രൽ പോർഷനിൽ വന്നിരിക്കുന്നത് ഇപ്പോൾ ട്രെൻഡിങ് ആണല്ലോ ചെക്കൊക്കെ. ഇതേ ഈ സൈഡിൽ ബോർഡർ ഈ വീതി വരുന്നുണ്ട്, ഇത് ഇത്രയും വീതി വരുന്നുണ്ട്. മെറ്റീരിയൽ വരുന്നത് കോട്ട സിൽക്കാണ്. കോട്ടയാണ്, കോട്ടൺ അല്ല, കോട്ട സിൽക്കാണ്. ഇത് ഞാൻ 2 ലെയറിലാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. കാരണം 1 ലെയറിലിട്ട എൻ്റെ ചുരിദാറിൻ്റെ ഒരു ഷെയ്ഡ് നിങ്ങൾക്ക് വരുമ്പോൾ സാരി ക്ലിയർ ആവില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ 2 ലെയറിൽ ഇപ്പോഴും ഇട്ട് കാണിക്കുന്നത് കേട്ടോ. അതെല്ലാവരും അങ്ങനെയാണ്. കാരണം നമുക്കത് ആ സാരിയുടെ അത് ഫുൾ ഇത് കാണിക്കാൻ പറ്റില്ല. അതെ, ഇതാണ് ഇങ്ങനെയാണ് 1 ലെയറിൽ വരുമ്പോഴുള്ള സാരിയുടെ ഇത് വരുന്നത് കേട്ടോ. അത്ര അങ്ങോട്ട് ട്രാൻസ്പെറൻ്റ് അല്ല, പക്ഷെ കോട്ട സിൽക്കിൻ്റെ ഒരു ട്രാൻസ്പെറൻസി ഇതിനുണ്ടായിരിക്കും കേട്ടോ. ഒട്ടും കട്ടിയുള്ള കോട്ടൺ പോലെ ആയിരിക്കില്ല. പക്ഷെ നമ്മളിങ്ങനെ പ്ലീറ്റ് ചെയ്തൊക്കെ ഇട്ടാൽ അത് അത്രയൊന്നും കാണുന്നില്ല കേട്ടോ. നമ്മൾ ട്രാൻസ്പെറൻറ്റ് അത്രയ്ക്കാണ് ട്രാൻസ്പെറൻ്റ് ആവില്ല. പിന്നെ ഈ ചെക്ക് ഡിസൈനും എല്ലാം കൂടിയൊക്കെ വരുമ്പോൾ ഇത് വരും. ഈ സൈഡിൽ ഇത് കേട്ടോ ബോർഡർ വരുന്നത്. ഇതാണ് അതിൻ്റെ പല്ലു പോർഷൻ വരുന്നത്. കണ്ടില്ലേ പല്ലു ഇത്രയും വന്നിട്ട് ഇത് ഗോൾഡൻ ഇതിൽ സെറിയിൽ വീവ് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. പിന്നത്തെ ഭാഗം എൻഡ് ചെയ്യണത് ഇങ്ങനെ വരും കേട്ടോ. നല്ലൊരു പല്ലു പോർഷനാണേ. ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത്. കണ്ടില്ലേ 2 സൈഡും ഇങ്ങനെ ഈ വീതിയിൽ വരുന്ന ഇതാണ് അതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത്. ഈ ഷെയ്ഡാണ് ബ്ലൗസ് പീസ് വരുന്നത് കേട്ടോ. നല്ലൊരു സ്റ്റൈലൻ സാരിയാണ് കേട്ടോ. ഒരു എത്നിക് സാരി എന്നൊക്കെ പറയില്ലേ നമ്മളൊരു എന്തെന്ന് പറയുന്ന ഒരു കേരള ടച്ച് അങ്ങനെയൊക്കെ വരുന്ന ഒരു സാരി വെയർ ചെയ്യണം. അത് ഇപ്പോഴും ചിലവർ ഈ പാറ്റേൺ മാത്രം വെയർ ചെയ്യുന്നവരുണ്ടാവും. ഇതേ പാറ്റേൺ മാത്രം അവർക്കൊക്കെ പറ്റിയ നല്ലൊരു ഇതാണ് കേട്ടോ. നല്ലൊരു സാരി നന്നായി ഒതുങ്ങും. കാരണം കോട്ട സിൽക്കാണ്. കോട്ട സിൽക്ക് എപ്പോഴും ഉറങ്ങും. കോട്ടയാണ് ഒന്ന് പൊന്തി നിൽക്കുന്ന ഒരു ഇതിലുള്ളത് കേട്ടോ. ഈ കോട്ട സിൽക്കൊക്കെ എപ്പോഴും ഇങ്ങനെ ഒതുങ്ങിക്കിടക്കുന്ന ഒരു സാരി കണ്ടില്ലേ. ഞാനിങ്ങനെ ഒതുക്കിയിട്ടപ്പോൾ അതൊക്കെ എടുക്കുന്ന ഒരു സ്റ്റൈല് കണ്ടോ. ഇതേപോലെയൊക്കെ ഇടുമ്പോൾ ആ സാരിയുടെ സ്റ്റൈല് വരണമെങ്കിൽ വിത്ത് ബ്ലൗസ് ആ ഫുൾ ബോർഡർ സ്ലീവ് ഒക്കെ വന്ന് സ്റ്റിച്ച് ചെയ്തിടുമ്പോൾ ഉണ്ടല്ലോ ആ സാരി വേറെ ലെവലായി മാറും കേട്ടോ. നമ്മൾ ഇനി ഇതിൻ്റെ റേറ്റ് ഞാൻ പറയട്ടെ. 1200 ആണ് കേട്ടോ റേറ്റ്. 1200 സാരി നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ എപ്പോഴും എൻ്റെ അടുത്ത് നിങ്ങൾ അതിൻ്റെ മെറ്റീരിയൽ ഏതാണോ ഒന്നും കൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്തേക്കണം കേട്ടോ. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു സാരിയുടെ വീഡിയോ നിങ്ങൾ സാരിയാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ എന്നോട് ചോദിച്ചോ, ഞാൻ ഒന്നും കൂടെ ആ സാരിയുടെ വീഡിയോ നിങ്ങൾക്ക് ക്ലോസ് ചെയ്തിട്ട് കാണിച്ചു തരും കേട്ടോ. ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണേ. മിക്ക സാരികളും ഞാൻ ട്രാൻസ്പെറൻ്റ് ആണെങ്കിൽ അത് ക്ലിയർ ആയിട്ട് ഞാൻ പറയും ഇന്ന മെറ്റീരിയലാണ് ട്രാൻസ്പെറൻ്റ് ആണ് എന്നുള്ളത് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും കേട്ടോ. കാരണം പല പ്രായത്തിലുള്ളവരായിരിക്കും വെയർ ചെയ്യാൻ സെലക്ട് പർച്ചേസ് ചെയ്യണത്. അപ്പോൾ ചില പ്രായം കൂടി അവർക്കൊന്നും പറ്റില്ല. ട്രാൻസ്പെറൻ്റ് ആയതൊന്നും ഇഷ്ടമാവണമെന്നില്ല. ചെറുപ്പക്കാർക്കും ചിലവർക്കത് ഇഷ്ടമാവില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ട്രാൻസ്പെറൻ്റ് ആയത്. അങ്ങനെയാണ് ഞാൻ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് വീഡിയോസിൽ. ട്രാൻസ്പെറൻ്റ് ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് മെറ്റീരിയൽ ആണ് എന്നുള്ളതൊക്കെ കൃത്യമായി ഞാൻ പറയുന്നുണ്ട് കേട്ടോ. നമ്മുടെ സംശയം നിങ്ങൾക്ക് എന്നോട് ചോദിക്കുക. ഒരു പേടിയും വേണ്ട, ക്ലിയർ ആയി ചോദിച്ചോ. ഞാൻ ഒന്നും കൂടെ അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇട്ട് തരും കേട്ടോ. അതിൻ്റെ മാത്രമായിട്ട് ചെറിയൊരു ഷോർട്ട് വീഡിയോ നിങ്ങൾക്ക് ഞാൻ തരും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ സംശയം ഉണ്ടെങ്കിൽ സംശയിച്ചാലും പർച്ചേസ് ചെയ്യൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ എല്ലാം ക്ലിയർ ചെയ്തിട്ട് നമ്മൾ പർച്ചേസ് ചെയ്താൽ മതി. ഒരു പ്രൊഡക്റ്റ് കണ്ടില്ലേ ഇങ്ങനെ ഇടുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി കണ്ട. നല്ലൊരു സാരി കേട്ടോ. പെട്ടെന്ന് പർച്ചേസ് ചെയ്ത് 1200 രൂപയുള്ളൂ കേട്ടോ. ഒരു ഇങ്ങനെ നമ്മളൊരു വെറൈറ്റി ലുക്ക് നമുക്ക് ഫീൽ ചെയ്യണമെങ്കിൽ ഒരു വെറൈറ്റി ആയിട്ട് ഒരു ഫംഗ്ഷന് പോകുമ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് നമ്മളെ ഒറ്റയ്ക്കായിട്ട് ഇങ്ങനെ ഒരു ലുക്ക് കിട്ടണമെങ്കിൽ ഇങ്ങനത്തെ സാരീസ്. ഇപ്പോൾ ഫംഗ്ഷനൊക്കെ നമ്മൾ 25,000 സാരിയൊക്കെ അത്ര ക്ലോസ് ആയി അവരെ യൂസ് ചെയ്യണം അല്ലേ. അല്ലാത്തവർ ഇങ്ങനത്തെ സാരിയൊക്കെ വെയർ ചെയ്തിട്ടാണ് പോവുക. ഒരു സ്റ്റൈല് ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് ഇതിങ്ങോട്ട് പോയാലുണ്ടല്ലോ അതൊരു ലുക്കാണ്. അത് നമ്മൾ ആ ഫംഗ്ഷനെ നമ്മൾ അത്രയും കൂടെ സ്പോട്ട് ചെയ്ത് നിൽക്കും നമ്മൾ ആ ഫംഗ്ഷനിൽ കേട്ടോ. അങ്ങനത്തെ ഒരു സാരിയാണേ. നല്ലൊരു സാരിയാണ് കേട്ടോ. പെട്ടെന്ന് പർച്ചേസ് ചെയ്തു. ഓക്കെ എന്നാൽ താങ്ക് യു.